ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് അവിടെ നിന്ന് ഏകദേശം 70 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ട സുന്ദരമായ ആ കാഴ്ചകൾ ഫ്രണ്ട്സായ ഓരോരുത്തരിലേക്കും എത്തിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇത് എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞു എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല, കാരണം വളരെ കുറച്ച് സമയമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് അവിടുത്തെ സമയം കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് ഞാൻ അവിടെ എത്തിയത്. 1 മണിക്കൂറോളം സമയമാണ് നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയത്. അപ്പോൾ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് കിഴക്കായി ആതിരപ്പള്ളി വാലി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഏതാണ്ട് 24 മീറ്റർ ഉയരത്തിൽ നിന്നുമാണ് ഈ ജലം ചാലക്കുടി പുഴയിലേക്ക് പതിക്കുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ ഇതിൻ്റെ സമീപത്തായി ചാർപ്പ, വാഴച്ചാൽ എന്ന് പറയുന്ന വേറെയും 2 വെള്ളച്ചാട്ടങ്ങൾ കൂടിയുണ്ട്. വനത്താൽ ചുറ്റപ്പെട്ടതും ധാരാളം പക്ഷിമൃഗാദികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ ആതിരപ്പള്ളി ഫോൾസിനടുത്തുള്ള ഈ വനങ്ങൾ. ഇടതിങ്ങി നിൽക്കുന്ന മരങ്ങളാണ് ഇവിടെ ഉള്ളത്. പല രാജ്യങ്ങളിൽ നിന്ന് പോലും ഇവിടെ വിദേശികളടങ്ങുന്ന സഞ്ചാരികൾ പോലും ഇവിടേക്ക് എത്താറുണ്ട്. ആതിരപ്പള്ളി ജലപാതത്തിന് വശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന വനങ്ങൾ അപൂർവ ജൈവ സമ്പത്തിൻ്റെ കലവറ കൂടിയാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ ഇരുൾ, ഇലവ്, വെൺതേക്ക്, മരുത്, വേങ്ങ, കാഞ്ഞിരം, തേക്ക് മുതലായ മരങ്ങളും വാണിജ്യ പ്രാധാന്യമുള്ള മരങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള പക്ഷികൾ, അതായത് വേഴാമ്പൽ, വാനമ്പാടി, കൃഷ്ണപ്പരുന്ത്, മാടത്ത, കാട്ടിലക്കിളി, ശരപക്ഷി തുടങ്ങിയ പക്ഷികളുമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. മൃഗങ്ങളിൽ ആന, കാട്ടുപോത്ത്, കടുവ, കരിങ്കുരങ്ങ്, സിംഹവാലൻ കുരങ്ങ്, കുട്ടിത്തേവാങ്ക് മുതലായ ജന്തുക്കളുടെയും വിവിധ ഇനം ചിത്രശലഭങ്ങളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനപ്രദേശം എന്ന് കണക്കാക്കപ്പെടുന്നു. ഇവിടെ കുറേ സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ല ഒരു ശാന്തതയും സന്തോഷവുമാണ്. അതുവരെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ വിഷമങ്ങളും ടെൻഷനും ഒക്കെ മാറുന്ന പോലൊരു ഫീലാണ്. അത്രയേറെ ശുദ്ധവായുവാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ ജലത്തിൻ്റെ തണുപ്പെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സുഖമാണ്. നമ്മളിങ്ങനെ വെള്ളത്തിലേക്ക് കാലൊക്കെ ഇട്ടിരിക്കുമ്പോൾ നമുക്ക് വളരെയധികം ഒരു ആനന്ദം മനസ്സിനും ശരീരത്തിനും നല്ലൊരു ഉന്മേഷം കിട്ടുന്നത് പോലെ തോന്നും. ഇപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ മറുഭാഗത്ത് പോയുള്ള ദൃശ്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ വലിയ അപകടമില്ലാത്ത എല്ലാവരും കുളിക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എത്രത്തോളം അത് ക്ലിയറായി എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. മറ്റൊരവസരത്തിൽ ഞാനിവിടെ വന്ന് വിശദമായ ഒരു വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കുരങ്ങുകളൊക്കെ ധാരാളം ഓരോരുത്തരുടെയും പിറകെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അത് അപകടകാരികൾ കൂടിയാണ്. ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ അധികൃതർ അവിടെ അതായത് ഡേഞ്ചർ സോണായിട്ട് കെട്ടി തിരിച്ചിട്ടുണ്ട് വെള്ളത്തിന്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒരിക്കലും ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കേണ്ട കാര്യമാണ്. നമുക്ക് ആനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഒരിക്കലും വെള്ളത്തിലിറങ്ങി നമ്മൾ കളിക്കാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. വെള്ളം അപകടമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് സന്തോഷിക്കാവുന്ന എല്ലാ കാഴ്ചയും ഇവിടെയുണ്ട്. നിറയെ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശം കൂടിയാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളും എനിക്ക്